ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നാം നോമ്പിന്റെ 32-ാം ദിനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡാനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുവാനും ധ്യാനിക്കുവാനും ഈ ദിവസങ്ങൾ നമ്മെ പ്രാപ്തരാക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ധ്യാന വിഷയം ക്രിസ്തു രക്ഷയുടെ കൂടാരം എന്നുള്ളതാണ്. ഇതിനാധാരമായി എടുത്തിട്ടുള്ള വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 9-ാം വാക്യം. ലൂക്കോസ് 19:9. ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഈ വീടിന്റെ രക്ഷ വന്നു. ഇതാണ് രക്ഷയുടെ കൂടാരം. യേശു സഖായിയെ തന്റെ കൂടാരത്തിലേക്ക് അടുപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19:1-10 വരെയുള്ള ഭാഗം സഖായിയും യേശുവും ആയുള്ള ഒരു ഉടമ്പടി നാം കാണുന്നു. അതുപോലെ ഉൽപ്പത്തി 18:1-10 വരെയുള്ള ഭാഗത്ത് അബ്രഹാം 3 ദൈവദൂതന്മാരെ സൽക്കരിക്കുന്നതായി കാണുന്നു. അതുമൂലം ഒരു രക്ഷണ പ്രവൃത്തിയും അവിടെ നടന്നു. റോമർ 16:19-23 വരെയുള്ള ഭാഗത്ത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നിത്യജീവൻ തന്നെ. സഖായിയെ പോലെ വന്നുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ ആശ്രയിക്കുകയും അവന്റെ കൂടാരത്തിൽ അണയുകയും ചെയ്യാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.